നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നത്തെ വിഷു സങ്കടത്തോടാണ് അവൾ ആസ്വദിക്കണമെങ്കിൽ എന്റെ മോളെ നീ കരയും. നിന്നെ ഞാൻ കരയിക്കും എന്നേക്കുമായിട്ട്. കേട്ടോടി. കല്യാണി മോൾക്ക് വീണൊരു കൈനീട്ടം കൊടുക്കേണ്ടതായിരുന്നു. നോക്ക്, ഇവിടെ മറ്റുള്ളവരൊക്കെ ജീവിതത്തില് നിന്റെ ഉപദേശത്തിന് വേണ്ടി കാത്തിരിക്കാന്നൊക്കെ എനിക്ക് അറിയാം. ആ പവർ വെച്ച് വീണെ ഉപദേശിക്കാൻ വരണ്ട. നിന്നെപ്പോലെ അടുക്കളയിൽ കിടക്കുന്നവളല്ല ഞാൻ. എന്റെ ഒരു വിശ്വാശംസയ്ക്ക് പോലും വിലയുള്ള വലിയൊരു ലോകമുണ്ട്. എന്റെ താല്പര്യം അതാ. അതിനിടയിൽ ആരുടെയും കണ്ണീരൊപ്പാനും കൈനീട്ടം കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്കൊരു ചെറിയ നേട്ടം ഉണ്ടാവുമ്പോ വാഴ്ത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞാലും നമ്മൾ മടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിലേക്കല്ലേ, നമ്മുടെ രക്തബന്ധത്തിലേക്കല്ലേ. കല്യാണി നിന്റെ രക്തമല്ലേ. മിണ്ടരുത്. ആ അസത്തിനെ എനിക്ക് കണ്ടൂടാ. വീണ, നിന്റെ ഹരിയേട്ടന്റെ ഒക്കെ കൂട്ടത്തിൽ നിന്ന് അവളെന്നെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പ അവളുടെ മുഖത്തെ അഹങ്കാരം കണ്ടിട്ടുണ്ടോ? എനിക്ക് ആരുടെ അമ്മ സ്ഥാനമൊന്നും വേണ്ട. പിന്നെ നിന്റെ ഈ അഭ്യാസം ഉണ്ടല്ലോ, എല്ലാം പിടിച്ചെടുക്കുകയും വേണം, എന്നാൽ നിഷ്കളങ്കയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന രീതി, അത് എന്റെ അടുത്ത് ചെലവാവില്ല. വീണയെ പെരുമാറ്റം പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇനി ഇത്തരം കാര്യവും പറഞ്ഞ് എന്റെ കൺമുമ്പിൽ വന്നു പോവരുത്. ഇറങ്ങിപ്പോടി. ശരി, ഇന്നൊരു നല്ല ദിവസം. ഇന്നെങ്കിലും നിനക്ക് അല്പം തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവുമെന്ന് ചിന്തിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ആയിക്കോട്ടെ വീണ. എല്ലാരും തയ്യാറായി നിൽക്കുന്നുണ്ടല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു നല്ല ദിവസം വരണമെങ്കിൽ അത് വീണയെ കുറ്റം പറയുന്നതായിരിക്കണ്ടേ? എന്നെ കൊണ്ട് ആർക്കെങ്കിലും കൈനീട്ടം കൊടുപ്പിക്കാനാണെങ്കിലേ അതിനു വേണ്ടി ആരും മെനക്കെടണ്ട. ഞാനെന്തിനു മെനക്കെടണം? പക്ഷേ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനേ നീ മെനക്കെടണ്ട. എടി പെണ്ണെ, നിനക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയത്തെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. എന്തുവാ? എന്റെ സ്വത്തിനെ കുറിച്ച്. മനസ്സിലൊരു കാരുണ്യം തോന്നി സ്വത്തിന്റെ ഒരു ഭാഗം നിനക്ക് ഞാൻ നീക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങള് മര്യാദയോടെ നീ ചെയ്തില്ലെങ്കിലേ അത് വേണ്ടെന്ന് വെക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാ എന്റെ കുടുംബമാ വലുത്, എന്റെ കുടുംബത്തിലെ സന്തോഷമാ വലുത്. കല്യാണി മോള് നിന്റെ കയ്യിന്ന് കൈനീട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അത് കിട്ടിയിരിക്കണം. ഇന്നത്തെ വിഷു സങ്കടത്തോടാണ് അവൾ ആസ്വദിക്കണമെങ്കിൽ എന്റെ മോളെ നീ കരയും. നിന്നെ ഞാൻ കരയിക്കും എന്നേക്കുമായിട്ട്. കേട്ടോടി. എന്തൊരു വൃത്തികേടാ ഇത്. ഞാൻ കൈനീട്ടം കൊടുത്തില്ലെങ്കിൽ ഇവക്കെന്താ? ആ നാശം പിടിച്ച കൊച്ചിന്റെ ഒരു ആഗ്രഹം.
ഇനി അത് കൊടുത്തില്ലെങ്കിൽ അങ്ങേര് തരാമെന്നേറ്റ കാശ് എനിക്ക് തരികയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദാ കൈക്ക് കല്യാണം. എനിക്ക് വേണ്ട. കൈക്ക് ദാ. നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ. കല്യാണി, എന്താ? എന്നാ കൈനീട്ടോ വെച്ചോ. നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കൈ നിറച്ച, അല്ലാതെ പിച്ചത്തിനൊന്നും ആരും കാണിക്കാറില്ല. സെലിബ്രിറ്റികളെ കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടം കൊടുക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും കൊടുക്കണം. ദാ, ആദ്യമോനെ, ഒരാളിങ്ങനെ കൈനീട്ടോട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ മാറിയിരിക്കുന്നത് ശരിയാണോ മക്കളെ? വേഗം വന്ന് മേടിക്ക്. ആ മോളെ, മോൾക്ക് അമ്മ കൈനീട്ടം തന്നതല്ലേ? അമ്മയുടെ കാല് തൊട്ടൊന്ന് തൊഴുതേ. അല്ല, അതിന്റെ ഒരു അങ്ങനെ കാല് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതുണ്ടായിരുന്നു? ഉണ്ട് ഹരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.